അപ്പോൾ നമ്മളിനി നോക്കാൻ പോണത് IUPAC നെയിമാണ്. IUPAC നെയിം. IUPAC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ഫിസിക്കൽ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഓക്കെ, സോ IUPAC നെയിമിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വേർഡ് റൂട്ട്. എന്താണ് വേർഡ് റൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിനകത്തുള്ള കാർബണുകളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ അതിനൊരു പേര് വിളിക്കും. ആ പേരിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് വിളിക്കുക. ഒരു കോമ്പൗണ്ടിനകത്തുള്ള കാർബണിൻ്റെ എണ്ണം വെച്ചിട്ട് അതിനൊരു പേര് വിളിക്കും. ആ പേരിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേർഡ് റൂട്ട് എന്ന് പറയുക. സോ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരേ ഒരു കാർബൺ മാത്രമേ ഉള്ളെങ്കിൽ അത് നമ്മൾ മെത്ത് എന്ന് വിളിക്കും. ഒരു കോമ്പൗണ്ടിനകത്ത് ഒരേ ഒരു കാർബൺ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മെത്ത് എന്ന് വിളിക്കും. ഒരു കോമ്പൗണ്ടിൽ 2 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എത്ത് എന്ന് വിളിക്കും. ഒരു കോമ്പൗണ്ടിൽ 3 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊപ്പ് എന്ന് വിളിക്കും. ഒരു കോമ്പൗണ്ടിൽ 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്യൂട്ട് എന്ന് വിളിക്കും. 5 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പെൻറ്റ് എന്ന് വിളിക്കും. 6 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെക്സ് എന്ന് വിളിക്കും. 7 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹെപ്റ്റ് എന്ന് വിളിക്കും. 8 എണ്ണം ആണെങ്കിൽ ഒക്ട്, 9 നണ്ണ്, 10 ഡെക്ക്. സോ ഒരു ഒരു കോമ്പൗണ്ടിനകത്തുള്ള കാർബണിന്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ അതിന് പല പേരുകൾ വിളിക്കും. സോ ഒരു കാർബൺ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മെത്ത്, എത്ത്, ഓക്കെ, 1 മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. വൺ മോർ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിരിക്കണം. എഴുതി വെച്ചേക്കുക, എഴുതി പഠിക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, സോ ഇതിലല്ല പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി ഒരു കോമ്പൗണ്ടിനകത്തുള്ള ബോണ്ടുകൾ എല്ലാം സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എയിൻ എന്ന് വിളിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാ. ഒരു കോമ്പൗണ്ടിനകത്തുള്ള ബോണ്ടുകളെല്ലാം ഡബിൾ ബോണ്ട്, ഒരു ബോണ്ടെങ്കിലും കോമ്പൗണ്ടിനകത്തുള്ള ഒരു ബോണ്ടെങ്കിലും ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ ഈൻ എന്ന് വിളിക്കും. കോമ്പൗണ്ടിനകത്തുള്ള ഒരു ബോണ്ടെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഐൻ എന്ന് വിളിക്കും. സോ എയിൻ, ഈൻ, ഐൻ മറക്കരുത്. എയിൻ, ഈൻ, ഐൻ മറക്കരുത്. ഓക്കെ, സോ എയിൻ, ഈൻ, ഐൻ മറക്കരുത്. ഇനി ഒരു പേര് നമ്മൾ എങ്ങനെ കൊടുക്കുക? IUPAC നെയിം എങ്ങനെ കൊടുക്കുക? IUPAC നെയിം എങ്ങനെ കൊടുക്കുക? IUPAC നെയിം കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിൾ റൂളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, വേർഡ് റൂട്ടിൻ്റെ കൂടെ എയിനോ, ഈനോ, ഐനോ ചേർക്കാം. വേർഡ് റൂട്ടിൻ്റെ കൂടെ എയിനോ, ഈൻ അല്ലെങ്കിൽ ഐൻ ചേർക്കുക. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? നിങ്ങൾക്ക് കോമ്പൗണ്ട് എഴുതുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ആദ്യം വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. വേർഡ് റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? കാർബണുകളുടെ എണ്ണം. ഇനി അതിൻ്റെ കൂടെ ആ കാർബണുകൾക്കിടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ടാണോ നോക്കുക. സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എയിൻ കുത്തിക്കോടാം. കോമ്പൗണ്ട് എവിടെയെങ്കിലും ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈൻ കുത്തിക്കോടാം. കോമ്പൗണ്ടിനിടയിൽ എവിടെയെങ്കിലും ഐൻ വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രിപ്പിൾ ബോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? ഐൻ കുത്ത്. ഞാൻ എക്സാമ്പിൾ ഒരെണ്ണം എഴുതി കാണിച്ചിട്ടാ. വളരെ സിമ്പിളാണ്. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ത്? ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ പറയുക, എടാ ഇതിനകത്ത് 4 കാർബൺ ഉണ്ട്. 1, 2, 3, 4. 4 കാർബൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താടാ? 4 കാർബൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് ബ്യൂട്ടാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ വേർഡ് റൂട്ട് അങ്ങ് എഴുതി, ബ്യൂട്ട്. ഇനി എല്ലാ കാർബണുകൾക്കിടയിലും എന്ത് ബോണ്ടാണ് ഉള്ളത് നോക്കടാ? സിംഗിൾ ബോണ്ട് അല്ലേ കാണുന്നത്? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എയിൻ എന്ന് വിളിക്കും. സോ നമ്മൾ എഴുതി ബ്യൂട്ടൈൻ. എന്താണ്? ബ്യൂട്ടൈൻ. എന്തെയിൻ? ബ്യൂട്ടൈൻ. സംഭവം സിമ്പിളാണ് അല്ലേ? എല്ലാ കാർബണുകൾക്കിടയിലുള്ള ബോണ്ടും എയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബ്യൂട്ടൈൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇതേപോലെ ഒരു ഡബിൾ ബോണ്ട് കോമ്പൗണ്ട് ഞാൻ എഴുതി കാണിച്ചു തരാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഈ കോമ്പൗണ്ടിൻ്റെ പേരെങ്ങനെ എഴുതും? ആദ്യം നമ്മൾ നമ്മുടെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കണം. വേർഡ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കാർബൺ ഉണ്ട് 1, 2, 3. 3 കാർബൺ ആണുള്ളതെങ്കിൽ അതിൻ്റെ വേർഡ് റൂട്ട് എന്താണ് വരിക? പ്രൊപ്പ് എന്നാണ് വേർഡ് റൂട്ട് വരിക. സോ പ്രൊപ്പ് വേർഡ് റൂട്ട് ഞാൻ എഴുതി. പ്രൊപ്പ്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ എയിനോ, ഈനോ, ഐനോ ചേർക്കണം. നോക്കണം ഇവിടെ എന്ത് ബോണ്ടാണ് വന്നേക്കുന്നത്? ഡബിൾ ബോണ്ടാണ് വന്നേക്കുന്നത്. ഡബിൾ ബോണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചേർക്കുക? ഈൻ ചേർക്കുക. പ്രൊപ്പീൻ. എന്ത്? പ്രൊപ്പീൻ. ഓക്കെ.